വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നുചേരുന്നു. ഓർമ്മിക്കുക, 1457 റോമൻ ദിനസൂചികയിൽ ഈ തിരുനാൾ ചേർക്കപ്പെട്ടത്. ജീവിത സങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിലാണെന്നുള്ള തത്വം അപ്പസ്തോലന്മാരെ ബോധ്യപ്പെടുത്താൻ ക്രിസ്തുവിന്റെ ദൗർബല്യത്തിന്റെ നിദാനമായ തിരശീല അല്പനേരത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് തന്റെ കുരിശുമരണത്തിന് 1 വർഷം മുൻപ് ഗലീലയിൽ താബോർമലയിൽ വെച്ചാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം സംഭവിച്ചത്. ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് ആ മലയിലേക്ക് പോയി. അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവിടുത്തെ മുഖം അപ്പോൾ സൂര്യസമാനം ശോഭിച്ചു. അവിടുത്തെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെണ്മ പൂണ്ടു. മൂശയും ഏലിയാസും അവിടുത്തോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെയായിരിക്കുന്നത് നന്ന്. അങ്ങേക്കിഷ്ടമെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരം നിർമ്മിക്കാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രകാശമാനമായ ഒരു മേഘപടലം വന്ന് അവരെ മറച്ചു കളഞ്ഞു. ഉടനെ അവൻ എന്റെ പ്രിയപുത്രനാകുന്നു, അവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, അവനെ ശ്രവിക്കുവിൻ എന്നൊരു സ്വരം മേഘപടലത്തിൽ നിന്നുണ്ടായി. പ്രാചീന പിതാക്കന്മാരുടെ പ്രതിനിധിയായി മൂശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയാസും പ്രത്യക്ഷപ്പെട്ടു. അവർ കർത്താവിന്റെ കുരിശുമരണത്തെ പറ്റിയാണ് സംസാരിച്ചതെന്നും പറയുന്നു. ഈശോയുടെ 3 അപ്പസ്തോലന്മാർക്ക് ഈ കാഴ്ച സ്വർഗീയ അനുഭവം എന്തെന്ന് മനസ്സിലാക്കാൻ ഒരു അവസരമായിരുന്നു. ഈ പ്രധാന സംഭവം തിരഞ്ഞെടുക്കപ്പെട്ട 3 അപ്പസ്തോലന്മാരുടെ വിശ്വാസം ആഴപ്പെടുത്തുന്നതിനു കൂടി ഉപകരിച്ചു. 4-ാം ശതാബ്ദം മുതൽ ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുവാൻ തുടങ്ങി. പൗരസ്ത്യ സഭയിൽ ഈ തിരുനാളിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അർമേനിയൻ സഭയിൽ ഈ തിരുനാളിനൊരുക്കമായി 6 ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. തിരുനാൾ 3 ദിവസമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. 1456 കലിക്സ്റ്റസ് തൃതീയൻ മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രികമാക്കി. ഈശോയുടെ രൂപാന്തരീകരണത്തിലൂടെ അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ആഴപ്പെട്ട വിശ്വാസവും ബോധ്യവും എല്ലാവർക്കും ലഭിക്കുവാൻ ഇടവരട്ടെ എന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം.
പുതുജീവൻ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിടുന്നു. തിരുവോസ്തിയിൽ നിന്നും ഉയരുന്ന പുതുജീവൻ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിടുന്നു. യേശുവേ, നിന്നിൽ അലിഞ്ഞിടുവാൻ ബലിവേദിയിൽ ഞാൻ വന്നു. ജീവന്റെ അപ്പമാം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഞാൻ വന്നു. നിത്യരക്ഷയ്ക്കായി ഞാൻ കാത്തുനിന്നു. തിരുനിണത്താൽ എന്നെ കഴുകിയിടണേ. തിരുശരീരം എന്നിൽ നൽകണമേ. തിരുനിണത്താൽ എന്നെ കഴുകിയിടണേ. തിരുശരീരം